ഇന്നലെ ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത്? അവിടെ നിന്ന് എപ്പോഴാണ് ഞാൻ പോകുന്നത്? ഇതെന്നാ ചുവന്ന് കിടക്കുന്നേ? ഇത് ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സല്ലേ? ഇന്നലെ ഞാൻ കുളിച്ചോ? അക്സ എന്തേ? അവളെപ്പോഴാ ഇന്നലെ പോയത്? അവൾ എങ്ങോട്ടാ പോയത്? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. ആദ്യം തന്നെ അക്സയെ വിളിച്ച് നോക്കാം, അവൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലോ. തമ്പുരാട്ടി എണീറ്റോ? നീ എപ്പോഴാ വന്നേ? ഇന്നലെ. എന്തിനാ വന്നത്? ഐശ്വരി, നീയല്ലേ പറഞ്ഞ വരാൻ? നീ വരൂലെന്ന് പറഞ്ഞായിരുന്നല്ലോ. വരണ്ടെന്ന് വിചാരിച്ചതാ, പിന്നെ പോലീസ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പോലീസോ? മദ്യവെച്ച് ലക്കം കേട്ട് ബോധമില്ലാതെ വഴിയിൽ കിടക്കുമായിരുന്നു. ഞാനോ? നിന്റെ പേരിൽ കേസും ചാർജ് ചെയ്തിട്ടുണ്ട്. എന്തിന്? കുറച്ചു കഴിയുമ്പോ സ്റ്റേഷനിലേക്ക് ചെല്ല്. സ്റ്റേഷനിലേക്കോ? ഷഗോ, തനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇന്നലെ അപ്പം വന്ന് വാർത്ത പറഞ്ഞപ്പോ എന്റെ തലയിൽ കൂടെ എന്തൊക്കെ ഓടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ജെനിഫറും കൂട്ടരും നിങ്ങളെ എല്ലാം ചെയ്തോ, അതോ ഇനി പോലീസ് അറസ്റ്റ് ചെയ്തോ എന്നൊക്കെ ഓർത്ത് എന്റെ പൊന്നി എനിക്ക് ഇന്നലെ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ബദ്രിയെ വിളിച്ചത്. അവനെ വിളിച്ചപ്പോ എനിക്ക് സമാധാനമായി. ധന, നിങ്ങൾ കുറെ നേരമായില്ലേ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്ന് സംസാരിക്കുന്നു? എന്നെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും. വാടി ഇരുന്ന് സംസാരിക്കാം. ഇന്നലെ ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ഇന്നലെ ഇല്ലീഗലായി ഡ്രഗ്സ് സപ്ലൈ ചെയ്തത് കൊണ്ട് ജെനിഫറിനൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ നിന്നെ ഇവിടെ ഇന്നലെ കൊണ്ടുവന്നത് ബദ്രിയ. എന്നെ പോലീസ് വിവരം അറിയിച്ചത്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോ ബോധമില്ലായിരുന്നു. പിന്നെ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? തെമ്മാടിത്തരം കാണിച്ചതല്ലേ, കുറച്ച് പേടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിനുള്ളത് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബോധം പോകാൻ മാത്രം എന്താ ഉണ്ടായേ? ആ ജെനിഫർ നിർബന്ധിച്ച് ഡ്രഗ്സ് കഴിപ്പിച്ചോ? ഇല്ല, ഞാനും അക്സയും ഒരു ഡ്രിങ്ക് കഴിച്ചു. പിന്നെ തല ചുറ്റാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ടൊന്നും ഓർമ്മയില്ല. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അവിടെ നിന്നൊന്നും വാങ്ങി കഴിക്കരുതെന്ന്. ഇതോടുകൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി നിങ്ങളെ രണ്ടിനെയും ഒരിടത്തേക്ക് ഞാൻ തനിച്ചു വിടില്ല. ബോധമില്ലാതെ നിങ്ങളെ രണ്ടിനെ അവരെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അയ്യോ, ഇത് കണ്ടോ? അവരെന്നെ എന്തെങ്കിലും ചെയ്തോ? പേടിക്കണ്ട, അവര് നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചുവന്ന് കിടക്കുന്നതോ? അത് വല്ല മാറ്റ വലിയ നക്കിയതായിരിക്കും. തെണ്ടി, എന്റെ ഹിക്കി അതിനെ അപമാനിച്ചു. എന്നാ ഞാൻ ഇറങ്ങുവാ, എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ട്. ഞാനും വരട്ടെ നിന്റെ കൂടെ? ഇവിടെ നിന്ന് ഒരടി അനങ്ങിയ എന്നിട്ട് രണ്ട് കാലും ഞാൻ തല്ലി ഒടിച്ച് ഇവിടെ കിടത്തും. സർ, ജെനിഫറിനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? എന്തിന്? അവളെ വെളിയിലിറക്കാൻ അവളുടെ അപ്പനും അമ്മയും ഇല്ലേ? ഇനി അതിൽ ചെന്ന് തലയിട്ടിട്ട് വേണം ഞാനും കൂടെ കുരുങ്ങാൻ. അവള് വേണ്ടാത്തതൊന്നും പോലീസിനോട് പറയാതിരുന്നാൽ നമുക്ക് കൊള്ളാം. അല്ലെങ്കിൽ ജീവിതാവസാനം വരെ അഴിയെണ്ണേണ്ടി വരും. ഇനി ജെനിഫറിനെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല. ധനാന്റെ പേരുള്ള പെണ്ണിനെ കുറിച്ച് വിശദമായി ഒന്ന് അന്വേഷിക്കുക. നമ്മുടെ ഗോഡൌണിൽ കയറി വരണമെങ്കിൽ അവൾ അത്ര നിസ്സാരക്കാരിയൊന്നും അല്ല. വല്ല ഫേക്ക് ഐഡന്റിറ്റിയിൽ കഴിയുന്ന സീക്രട്ട് ഏജന്റോ മറ്റോ ആണോ എന്ന് അന്വേഷിക്കണം. ആര്? നീയോ? സത്യമാ ബണ്ണി, ഞാനും ശരിക്കും അവരെ കടിച്ചിട്ടത്. പക്ഷെ അതെല്ലാം ദുഷ്ട പറഞ്ഞതാ. സമ്മതിച്ചു. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. നീ എന്നെ വെറും പൂത്താങ്കിരിയായി കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെയല്ലേ ബണ്ണിക്കൊരു കാര്യം മനസ്സിലായോ? എന്താ? ഞാൻ കൊറേ ആലോചിച്ച് കണ്ടുപിടിച്ചത്. എന്നെ ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാനല്ലേ? നീ എന്നെ എന്റെ കൺമുന്നിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാണാമറയത്ത് നിന്നെ എന്നെ ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്റെ ലിസ്റ്റിൽ ഒരാളുണ്ട്. അതാരാ? ആത്മഗുപ്ത. അങ്ങനെ തോന്നാൻ എന്താ കാരണം? അയാൾ എന്നെ ഒരു പ്രാവശ്യം കുറച്ച് ആളുകളുടെ അടുത്ത് നിന്ന് രക്ഷിച്ചില്ലേ? അത് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്റെ പേര് അറിയാമായിരുന്നു. അപ്പോൾ എന്താ ദുരൂഹതയില്ലേ? ആത്മഗുപ്ത ചിലപ്പോൾ നിന്റെ കണ്ണത്തെ ദൂരത്തുണ്ടെങ്കിലോ? കണ്ടുപിടിക്കും ഞാൻ. നിധി എവിടെയെങ്കിലും ഉണ്ടാവല്ലേ? എന്റെ അമ്മേ, ഉന്നതത്തിലുള്ള നിൽക്കുവാണല്ലോ. ചന്തുവേട്ടനൊന്ന് നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ ചെയ്തതിന് എക്സ്പ്ലനേഷൻ വേണം എനിക്ക്.
അത് ഞാൻ എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രമല്ലേ നോക്കുന്നുള്ളൂ. നിധി പ്ലീസ് വേണ്ട, ഇതിനെ ചൊല്ലി ഇനി ഒരു തർക്കം വേണ്ട. എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. ഇതൊക്കെ എന്താ ഓരോന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാത്തത്? ഞാൻ ചന്തുവേട്ടനോട് മര്യാദയ്ക്ക് പെരുമാറുന്നുണ്ടെന്ന് കരുതി അതിന്റെ അർത്ഥം എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്നല്ല. എനിക്ക് സംസാരിക്കാൻ ഇടപഴകാനോ താല്പര്യമില്ലാത്തത് കൊണ്ടാ. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? എനിക്കതൊന്നും മനസ്സിലാക്കണ്ട. ഞാൻ ഈ റിലേഷൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. നിനക്കും ഒന്ന് ശ്രമിച്ചൂടെ നിധി? അതെന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നെ സ്നേഹിക്കാൻ കഴിയാത്തത് സിദ്ധാർത്ഥ് കാരണമാണോ? നിനക്കിപ്പോഴും അവനെ ഇഷ്ടമാണോ? അവനെ ഇപ്പോഴും ഇഷ്ടമാണോന്ന്? അല്ല. സത്യമാണോ? വിശ്വസിക്കാമോ എനിക്ക്? നിനക്കിപ്പോഴും ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമാകില്ല. ആരൊക്കെ മുന്നിൽ തടസ്സമായി നിന്നാലും ഞാൻ അവന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. ഇത് തന്നെയല്ലേ നിങ്ങൾ എനിക്ക് അന്ന് തന്ന വാക്കും? എന്നിട്ടിപ്പോൾ എന്തായി? അന്ന് എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഞാൻ അത് സമ്മതിക്കുന്നു. In my life, you were a big mistake. വേണ്ട വേണ്ട നിധി, നമുക്ക് ഈ ടോക്ക് ഇവിടെ കൊണ്ട് നിർത്താം. നീ ഇനി പറയാൻ പോകുന്നതൊന്നും എന്നെ കൊണ്ട് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. സെന്റിമെന്റ്സ് വളരെ കുറഞ്ഞു പോയി. കുറച്ചുകൂടി സെന്റിമെന്റിലാക്കാമായിരുന്നു. നീ എങ്ങാനും അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നേ ഞാൻ 3G ആയേനെ. അവന്റെ കയ്യിൽ ഏൽപ്പിക്കും പോലും ഒരു പട്ടി ഏൽപ്പിക്കും. നിന്റെ പിടി ഞാൻ വിടില്ല മോളെ. നിന്നെ കൊണ്ടേ ഞാൻ പോകൂ. ഈ ചന്തുവിനോട് അവളുടെ കളി. നിന്നെ ഞാൻ ഉമ്മ വെച്ചതിനാണ് നീ വലിയ കോലാഹലം തന്നെ സൃഷ്ടിക്കാൻ നോക്കിയത്. നിനക്ക് ഉമ്മ മാത്രമല്ല, നീ എന്റെ പിള്ളേരുടെ അമ്മയും നോക്കും. എന്റെ കഴിവ് കൊണ്ട് ഒരു നേഴ്സറി തന്നെ ഞാൻ വീട്ടിൽ പണിയും. എന്നാലും നിന്റെ വാക്കുകൾ എന്റെ നെഞ്ചിൽ എവിടേക്കോ കൊളുത്തി വലിക്കുന്നുണ്ട്. ഇവിടെ ആൾത്താമസം ഉണ്ടായിരുന്നോ? ഹായ്. ഹായ്. ഇവിടെ പുതിയതാണോ? നോ, ഞാൻ നേരത്തെ മുതൽ ഇവിടെയാണ് താമസം. കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓ ഐ സി. സോലെ കുത്ത കമീനെ, എന്റെ പേര് നീ അവിടെ എന്തെടുക്കുവാ? അടുത്ത കയറി കൂടി. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ വന്നതാ. പരിചയപ്പെടാൻ ഇവൻ എന്താ സെലിബ്രിറ്റി വല്ലതുമാണോ? കയറി പൂടി. ബണ്ണിക്ക് എന്തുവാ? പോകാൻ. എന്താടാ പട്ടി നീ ഇവിടെ? അവന്റെ ഒലക്കമൂടിൽ ഒരു ഹിന്ദി. ആ പെണ്ണ് ഒന്നാമതേ ആത്മഗുപ്തയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. അപ്പോഴവൻ കയറി വന്നേക്കുന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ ഈ ഫ്ലോറിലല്ലേ താമസിക്കുന്നത്. ഇതെന്റെ ഫ്ലാറ്റും. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ പോകാനാ? ശരി, സമ്മതിച്ചു. ഇനി ധനയുടെ ഫ്രണ്ടിൽ ചെന്ന് ചാടിയേക്കരുത്. ഓക്കെ ഫൈൻ. ബണ്ണി വരുന്നില്ലേ? ആ വരുവാ. ഭായ് ധന. നശിപ്പിച്ചു. അയാൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? അതിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഒരു നിമിഷത്തേന് ഞാനങ്ങ് വിചാരിച്ചു പോയി അത് ആത്മഗുപ്തയാണോന്ന്. ഓ പിന്നെ, നിന്റെ പേര് വിളിക്കുന്ന എല്ലാവരും ആത്മഗുപ്തയല്ലേ? എന്റെ പേര് വിളിക്കുന്നവരെല്ലാവരും ആത്മഗുപ്തയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ കണ്ട അയാൾ ആത്മഗുപ്ത വിളിക്കുന്ന പോലെ തന്നെ എന്നെ വിളിച്ചത്. സെയിം ടോണിലാണ് വിളിച്ചേ. അയാളുടെ ശബ്ദവും ആത്മഗുപ്തയുടെ ശബ്ദവും ഒരുപോലെ ഉണ്ട്. ശരിക്കും എനിക്കൊന്നും ഓർമ്മയില്ലടി. കണ്ണു തുറക്കുമ്പോ ഞാൻ എന്റെ വീട്ടിലുണ്ട്. അതല്ല, പോലീസ് ഓഫീസറോ എല്ലാം കൊണ്ടാക്കിയതായിരിക്കും. അല്ലെന്നേ. അങ്ങനെയാണെങ്കിൽ അവര് പപ്പയെ വിളിക്കണ്ടേ? കോളിംഗ് ബെല്ല് അടിച്ചിട്ട് അവരങ്ങ് പോയി. കോളിംഗ് ബെല്ല് അടിച്ചത് ആരാന്ന പപ്പ നോക്കിയപ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്നാ പപ്പ പറഞ്ഞത്. കണ്ടോ ബണ്ണി, ഞാൻ പറഞ്ഞില്ലേ
ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ? ആ ആയി ആയി. ഇനി അത് ആരാന്ന് കൂടെ കണ്ടുപിടിച്ചാ മതി. ഞാൻ ഉറപ്പായും കണ്ടുപിടിക്കും. എവിടെയെങ്കിലും പോകുവാണോ? അതെ. എന്താ, നിനക്ക് എവിടെയെങ്കിലും പോണം? പോണം. എവിടേക്കാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ നിർത്തിയാ മതി. ഇവിടെ എന്താ? കണ്ണ് തുറന്ന് നോക്ക് മിസ്റ്റർ. ആ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടന്നോണം. ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട്. ഓക്കേ. അവനെ കണ്ട പിന്നെ ഇവൾക്ക് എന്നെ വേണ്ടല്ലോ. കണ്ടോ? തോക്ക്. ഫോൺ എടുക്കാതെയാണ് ഇവിടെ പോയത്. Come with me. ഇല്ലെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു നോക്ക്. നീ തീർന്നടാ, നീ തീർന്നു. വെയിറ്റ്, ഇനി ഞാൻ നോക്കിക്കോളാം. എന്റെ കൈയും കൂടെ അവന്റെ മേത്തൊന്ന് പതിപ്പിക്കട്ടെ. ഡാ പറയടാ, ആര് പറഞ്ഞിട്ടാ നീ വന്നത്? ജെനിഫർ. അയാളെ വിട്ടേക്ക്. ഹേ, എന്താ എന്താ ഉണ്ടായത്? ആരവര്? കുറെ നാളായി ജെനിഫർ പറഞ്ഞിട്ട് കുറച്ച് പേരെന്നെ കൊല്ലാൻ നടക്കുമായിരുന്നു. അയാളാ അത് വിട്ടേക്ക്. ഇനി ജെനിഫർ എന്ത് കാട്ടാനാ? ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? സ്റ്റീഫന്റെ ആളെ വെറുതെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനെന്നാ ധനയെ കൊണ്ടുപോകുക. നീ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ കാറിനാ വന്നത്. ധനവാ. ഞാനൊരു നിമിഷം നിന്റെ അടുത്ത് നിന്ന് മാറി നിന്നപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചത്? ഞാൻ എന്താ ചെയ്യാനാ? പണിയൊക്കെ ഏത് വഴിയാ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിനക്ക് എല്ലാം പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ അയാൾ എന്നെ അടിച്ചു. കണ്ടോ? ഇപ്പോൾ മനസ്സിലായോ ഞാൻ ഒറ്റയ്ക്ക് വിടാത്തത് എന്തുകൊണ്ടാണെന്ന്? അല്ല, നീ ബിസിയാണെന്ന് പറഞ്ഞിട്ടോ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇനി ഞാൻ പോകുന്നില്ല. അതെന്താ, ഞാൻ കാരണമാണോ? ആണല്ലോ. എന്റെ ഫ്രണ്ട് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഓ, പ്രാക്ടീഷക്കാർ. My ID card.